ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും പറയുന്ന പേര് ടൈറ്റാനിക് ആയിരിക്കും. അന്നത്തെ കാലത്തെ ഏറ്റവും അത്യാധുനികമായ കപ്പലായിരുന്നു ടൈറ്റാനിക്. ഒരിക്കലും മുങ്ങാത്തത് എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പോലും. അതുകൊണ്ട് തന്നെ വെറുമൊരു കപ്പൽ എന്നതിലുപരി ടൈറ്റാനിക് എന്നത് ഒരു വിസ്മയമായിരുന്നു. പിന്നെ ജെയിംസ് കാമറോണിന്റെ ടൈറ്റാനിക് എന്ന ലോക പ്രശസ്തമായ സിനിമ ഈ ദുരന്തത്തെ ജനമനസ്സുകളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്തു. അതിനാൽ ഇന്ന് ഏകദേശം എല്ലാവർക്കും ടൈറ്റാനിക്കിന്റെ കഥയറിയാം. ആഡംബര കപ്പലും മഞ്ഞുമലയും 1500 പേരുടെ ജീവൻ നഷ്ടമായതും അങ്ങനെയെല്ലാം ഇന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു ഇത്. പക്ഷേ ടൈറ്റാനിക് അപകടം കഴിഞ്ഞ് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു കപ്പലപകടമുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മഹാദുരന്തം. ഇതിനു മുന്നിൽ ടൈറ്റാനിക് പോലും ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. എന്തെന്നാൽ ടൈറ്റാനിക്കിൽ കൊല്ലപ്പെട്ടതിന്റെ 6 മടങ്ങിൽ കൂടുതൽ പേര് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിൽ പലരും ഇതിന്റെ പേര് പോലും കേട്ടിട്ടുണ്ടാകില്ല. ഇതാണ് വിൽഹെൽം ഗുസ്റ്റ്ലോഫ്, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പലപകടം. വിൽഹെൽം ഗുസ്റ്റ്ലോഫ് എന്നത് ശരിക്കും ഒരു നാസി ഓഫീസർ ആയിരുന്നു. 1936 അയാൾ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് കൊല്ലപ്പെട്ടു. അപ്പോൾ നാസി ഗവൺമെന്റ് അദ്ദേഹത്തെ ഒരു പ്രൊപ്പഗണ്ട രക്തസാക്ഷിയാക്കി മാറ്റി. അതിന്റെ ഭാഗമായിട്ട് ആ സമയം നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കപ്പലിന് വിൽഹെൽം ഗുസ്റ്റ്ലോഫ് എന്ന് പേര് നൽകി. ഇതൊരു സൈനിക കപ്പലൊന്നും ആയിരുന്നില്ല, വെറും ഒരു ക്രൂയിസ് കപ്പലായിട്ടാണ് ഇതിനെ നിർമ്മിച്ചത്. 684 അടി നീളവും 183 അടി ഉയരവും 77 അടി വീതിയും 8 നിലകളുമുള്ള ഒരു ഗംഭീരമായ കപ്പലായിരുന്നു ഇത്. മനോഹരമായ ഭക്ഷണമുറികൾ, സുഖപ്രദമായ ക്യാബിനുകൾ, വിശാലമായ മേൽത്തട്ടുകൾ, നീന്തൽ കുളങ്ങൾ, തിയേറ്ററുകൾ എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ആഡംബര കപ്പൽ പോലെയായിരുന്നു വിൽഹെൽം ഗുസ്റ്റ്ലോഫ്. സ്ട്രെങ്ത് ത്രൂ ജോയ് എന്നറിയപ്പെടുന്ന ഒരു നാസി വിനോദ സംഘടനയെ സേവിക്കുക എന്നതായിരുന്നു ഈ കപ്പൽ നിർമ്മിച്ചതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. ഈ സംഘടനയുടെ ആശയം യഥാർത്ഥത്തിൽ വളരെ ലളിതമായിരുന്നു. സാധാരണ ജർമ്മൻ തൊഴിലാളികൾക്ക് താങ്ങാവുന്ന വിലയിൽ അവധിക്കാല യാത്രകളും ക്രൂയിസുകളും വാഗ്ദാനം ചെയ്യുക. കടൽ യാത്രയെന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന പലർക്കും വിൽഹെൽം ഗുസ്റ്റ്ലോഫിൽ കയറുന്നത് ഒരു കൊട്ടാരത്തിൽ കയറുന്നത് പോലെയാണ് തോന്നിയിരുന്നത്. ആയിരക്കണക്കിന് പേരാണ് യൂറോപ്പിലുടനീളമുള്ള സ്ഥലങ്ങളിലേക്കും ഓരോ അവധിക്കാലത്തും യാത്രകൾ ചെയ്തത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കപ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി കാണപ്പെട്ടു. പക്ഷേ ഈ മിനുക്കിയ പ്രതിച്ഛായയ്ക്ക് പിന്നിൽ ഇത് മറ്റൊരു ഉദ്ദേശവും കൂടെ നിറവേറ്റിയിരുന്നു. നാസി ജർമ്മനിയുടെ കീഴിലുള്ള ഒട്ടുമിക്ക വലിയ പബ്ലിക് പ്രോജക്റ്റുകളെയും പോലെ ഈ കപ്പലും യഥാർത്ഥത്തിൽ പ്രചാരണത്തിനുള്ള ഒരു ഉപകരണമായിരുന്നു. ആധുനികവും ഉദാരവും ശക്തവുമായ ഒരു രാഷ്ട്രം എന്ന പ്രതിച്ഛായയാണ് ഈ കപ്പലിന്റെ ഓരോ യാത്രയും നൽകിക്കൊണ്ടിരുന്നത്. കുറച്ചുകാലത്തേക്ക് അത് കൃത്യമായി അങ്ങനെ തന്നെ തുടർന്നു. എന്നാൽ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. അതോടെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങി. ഒറ്റ രാത്രി കൊണ്ട് യൂറോപ്പിലെ ജനജീവിതം മുഴുവൻ സ്തംഭിച്ചു. യുദ്ധത്തിനു വേണ്ടി വിൽഹെൽം ഗുസ്റ്റ്ലോഫിനെ ജർമ്മൻ നാവികസേന ഏറ്റെടുത്തു. അങ്ങനെ ആഡംബര ക്രൂയിസ് കപ്പലായിരുന്ന വിൽഹെൽം ഗുസ്റ്റ്ലോഫിന്റെ ദിനങ്ങൾ അവസാനിച്ചു. സമുദ്രത്തിലെ ആശുപത്രി എന്ന രീതിയിലാണ് ആദ്യം ഇത് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ പിന്നീട് യുദ്ധം തീവ്രമായപ്പോൾ ഇതിന്റെ കർത്തവ്യം വീണ്ടും മാറി. ജർമ്മൻ അന്തർവാഹിനി പരിശീലനം നടത്തുന്നവരുടെ ഒരു പട്ടാള താവളമായിട്ടാണ് പിന്നീട് ഈ കപ്പലിനെ ഉപയോഗിച്ചിരുന്നത്. വർഷങ്ങളോളം കാലം ഇതിങ്ങനെ തന്നെ തുടർന്നു. അങ്ങനെ മനോഹരമായ ഈ ക്രൂയിസ് കപ്പൽ ജർമ്മനിയുടെ വെറും ഒരു യുദ്ധമുതൽ മാത്രമായി മാറി. എന്നിരുന്നാലും യുദ്ധത്തിന്റെ അവസാന മാസങ്ങളിൽ ഇതിനെ കാത്തിരുന്നതെന്താണെന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നതല്ല. 1945 തുടക്കത്തിൽ തന്നെ നാസി ജർമ്മനി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പടിഞ്ഞാറ് നിന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യസേനകളും കിഴക്ക് നിന്ന് സോവിയറ്റിന്റെ ചുവന്ന പടയും ജർമ്മനിയെ വളഞ്ഞു. അങ്ങനെ ആരംഭകാലത്ത് ജർമ്മൻ ടെറിട്ടറിക്ക് പുറത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന യുദ്ധം പതിയെ പതിയെ ഉള്ളിലോട്ടാകാൻ തുടങ്ങി. അതോടെ ഒരു കാലത്ത് തടയാനാവില്ലെന്ന് തോന്നിയ യുദ്ധം അതിജീവനത്തിനായുള്ള ഒരു നിരാശാജനകമായ പോരാട്ടമായി മാറി. മുന്നേറി വരുന്ന പടകൾ മുഴുവൻ പട്ടണങ്ങളെയും നഗരങ്ങളെയും വിഴുങ്ങുകയായിരുന്നു. പല രാജ്യങ്ങളും ആക്രമിക്കാൻ വന്നെങ്കിലും ജർമ്മനിയെ ഏറ്റവും ഭയപ്പെടുത്തിയത് സോവിയറ്റ് പടകളാണ്. അടങ്ങാത്ത പ്രതികാരദാഹത്തോടെ വന്ന സോവിയറ്റ് പടകൾ ഒരു ദയയുമില്ലാതെ വളരെ ക്രൂരമായിട്ടാണ് ആക്രമിച്ചത്.
നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ക്രൂരതകൾ സോവിയറ്റ് പടകൾ സിവിലിയൻസിനോട് ചെയ്തു. അതിനാൽ കിഴക്കൻ പ്രഷ്യയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് സിവിലിയൻസിനിടയിൽ പരിഭ്രാന്തി അതിവേഗം പടർന്നു. എല്ലാവരും സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി. സോവിയറ്റ് സൈന്യം എത്തുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളുടെ അനന്തമായ നിരകൾ കൊണ്ട് റോഡുകൾ നിറഞ്ഞു. സിവിലിയൻസിന് പുറമെ ഈ അഭയാർത്ഥികളിൽ ജർമ്മൻ സൈനികരുമുണ്ടായിരുന്നു. അതിനിടയിൽ ശൈത്യകാലം കാരണം ഭൂപ്രദേശങ്ങൾ മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടി. ഈ മഞ്ഞ് ജനങ്ങളുടെ അതിജീവനത്തെ കൂടുതൽ കഠിനമാക്കി മാറ്റി. പലരും റോഡുകളിൽ തന്നെ മരിച്ചു വീഴാൻ തുടങ്ങി. ഈ ജനങ്ങളിൽ വലിയൊരു ശതമാനം പേർക്കും ഇനി കരമാർഗം രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ജർമ്മൻ അധികാരികൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വലിയൊരു ഇവാക്യുവേഷൻ പദ്ധതി ആരംഭിച്ചു. സോവിയറ്റ് പടകൾ തുറമുഖങ്ങളെ നശിപ്പിക്കുന്നതിന് മുന്നേ കഴിയുന്ന എത്ര അഭയാർത്ഥികളെയും സമുദ്രമാർഗങ്ങളിലൂടെ രക്ഷപ്പെടുത്താൻ ജർമ്മനി പദ്ധതിയിട്ടു. അതിനുവേണ്ടി ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ വലുതും ചെറുതുമായ 100 കണക്കിന് കപ്പലുകളെ സമീപമുള്ള ഈസ്റ്റേൺ തുറമുഖങ്ങളിൽ എത്തിച്ചു. മത്സ്യബന്ധന ബോട്ടുകൾ, ചരക്ക് കപ്പലുകൾ, യാത്രാ കപ്പലുകൾ, അങ്ങനെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന സകലവും അവരിതിനു വേണ്ടി കൊണ്ടുവന്നു. അതിലൊന്നായിരുന്നു വിൽഹെം ഗുസ്ലോഫ്. ഈസ്റ്റേൺ തുറമുഖങ്ങളിൽ ഓരോ നിമിഷവും കൂടുതൽ സിവിലിയൻസ് വന്നുകൊണ്ടിരുന്നു. അധികം വൈകാതെ തുറമുഖങ്ങൾ മുഴുവൻ എണ്ണിയാൽ തീരാത്ത എത്ര അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. ഇതിൽ ചിലര് മഞ്ഞ് നിറഞ്ഞ ദുർഘടം പിടിച്ച വഴികളിലൂടെ ആഴ്ചകളോളം നടന്ന് ക്ഷീണിച്ച് വന്നവരാണ്. ചിലര് സോവിയറ്റ് പട എത്തുന്നതിനും മിനിറ്റുകൾക്ക് മുന്നേ നാട് വിട്ട് രക്ഷപ്പെട്ടവരാണ്. ചിലര് സ്വന്തം വീടും നാടും സോവിയറ്റ് പട കാരണം കത്തി അമരുന്നത് കൺമുന്നിൽ കണ്ടവരാണ്. ചിലര് സ്വന്തം കുടുംബത്തിലെ ആരെയെങ്കിലും നഷ്ടപ്പെട്ടവരാണ്. എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് ഒന്ന് മാത്രം: എങ്ങനെയെങ്കിലും ഏതെങ്കിലും കപ്പലിൽ കയറി പറ്റുക. തുടക്കത്തിൽ വിൽഹെം ഗുസ്ലോഫിൽ കയറുന്നത് ഘർഷണ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് രക്ഷപ്പെടാൻ നിൽക്കുന്ന മനുഷ്യരെ ഈ നിയന്ത്രണങ്ങൾക്കൊന്നും തടയാൻ പറ്റില്ല. സ്വന്തം മക്കളെയെങ്കിലും കപ്പലിൽ കയറ്റാൻ ചിലര് പടയാളികളോട് കരഞ്ഞപേക്ഷിച്ചു. ഈ കണ്ണീരൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പടയാളികൾക്കും കഴിഞ്ഞില്ല. ചിലര് ആരും കാണാതെ ഒളിച്ചും പതുങ്ങിയും കപ്പലിൽ കയറിപ്പറ്റി. ചിലര് അധികാരത്തിന്റെ സ്വാധീനത്തിൽ കപ്പലിൽ കയറാൻ ശ്രമിച്ചു. എങ്ങനെയും കപ്പലിൽ കയറി പറ്റുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. കാരണം സോവിയറ്റ് പട എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഒടുവിൽ ഒരു പരിധി കഴിഞ്ഞതും എല്ലാവരും അതിക്രമിച്ച് കപ്പലിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ വെറും 1900 പേരെ വഹിക്കാൻ കഴിയുന്ന രീതിയിലാണ് വില്യം ഗുസ്ലോഫിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ പല മടങ്ങ് ജനങ്ങൾ കപ്പലിൽ ഇടിച്ചു കയറി. അന്ന് ശരിക്കും എത്ര പേരാണ് ഈ കപ്പലിൽ കയറിയതെന്ന കണക്ക് ഒരു ചരിത്ര രേഖകളിലും കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ 10,000-ൽ കൂടുതൽ പേരുണ്ടായിരുന്നു എന്ന് മാത്രം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അങ്ങനെ 2000 പേരെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കപ്പലിൽ ഒരു പട്ടണത്തിലുള്ളതിന്റെ അത്ര മൊത്തം പേരും കുത്തി ഞെരുങ്ങിക്കയറി. ലഭ്യമായ എല്ലാ സ്ഥലങ്ങളും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ 1945 ജനുവരി 30 ഉച്ചസമയം ഏതാണ്ട് 12:30 10,000-ൽ കൂടുതൽ പേരെയും കൊണ്ട് വിൽഹെം ഗുസ്ലോഫ് തുറമുഖത്തു നിന്നും യാത്ര തിരിച്ചു. 10,000-ൽ കൂടുതൽ പേരെയും കൊണ്ട് വിൽഹെം ഗുസ്ലോഫ് യാത്ര ചെയ്യുന്നത് ബാൾട്ടിക് സമുദ്രത്തിലൂടെയാണ്. സമുദ്രത്തിലെ കാലാവസ്ഥകളൊക്കെ വളരെ തീവ്രമായിരുന്നു. അസഹനീയമായ തണുപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. സമുദ്രം മുഴുവൻ ഒഴുകി നടക്കുന്ന മഞ്ഞുകട്ടകൾ നിറഞ്ഞു കിടപ്പുണ്ട്. അന്തരീക്ഷ താപനില 0-ന് താഴെയായിരുന്നു. അതിശക്തമായ തണുത്ത കാറ്റ് നിരന്തരമായി വീശി അടിക്കുന്നുമുണ്ട്. അതിനാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാതെ എല്ലാവരും കപ്പലിന്റെ ഉള്ളിൽ ഞെരുങ്ങിയിരുന്നു. സമുദ്രജലവും തണുത്തു മരവിച്ചതാണ്. അബദ്ധത്തിൽ ആരെങ്കിലും സമുദ്രത്തിൽ വീണാൽ ചിലപ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ പോലും സാധിക്കില്ല. കാരണം അതിനു മുന്നേ അയാൾ തണുത്തു മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനും പുറമെ മറ്റൊരു വലിയ പ്രശ്നം സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് S-13 എന്ന് പേര് നൽകിയിരിക്കുന്ന സോവിയറ്റിന്റെ ഒരു സബ്മറൈനാണ്. സബ്മറൈന്റെ കമാൻഡർ അലക്സാണ്ടർ മാരിനെസ്കോ തകർക്കാൻ പറ്റിയ വലിയ ജർമ്മൻ കപ്പലുകളെ തിരയുകയായിരുന്നു. നിരവധി ജർമ്മൻ കപ്പലുകൾ ആ സമയം ബാൾട്ടിക് സമുദ്രത്തിലൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മിക്കതും ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് പോകുന്നത്. അതുകൊണ്ട് ആ കപ്പലുകളെയൊന്നും എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കില്ല. പിന്നെ പല കപ്പലുകളും ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ പൂർണ്ണമായ അന്ധകാരത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതായത് അവയെല്ലാം ലൈറ്റ്സ് ഓഫ് ആക്കിയാണ് സഞ്ചരിക്കുന്നത്. അത്തരം കപ്പലുകളെ ഈ സബ്മറൈനിന് കണ്ടെത്താനും സാധിക്കില്ല. എന്നാൽ വിൽഹെം ഗുസ്ലോഫിന് വേണ്ടത്ര സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, കപ്പലിലെ അധികാരികൾ എടുത്ത ചില മണ്ടൻ തീരുമാനങ്ങൾ കപ്പലിനെ എളുപ്പത്തിൽ കാണാൻ തക്ക വിധത്തിൽ സബ്മറൈന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. സംഭവം ഇരുട്ട് വീണതോടെ കപ്പലിന്റെ അധികാരികൾക്ക് മുന്നിൽ പുതിയൊരു വെല്ലുവിളി ഉദിച്ചു.
ഒരുപാട് ജർമ്മൻ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാൾട്ടിക് സമുദ്രത്തിലൂടെ പോകുന്നുണ്ട്. ഇതിനിടയിൽ ഏതെങ്കിലും കപ്പലുമായി കൂട്ടിയിടി നടക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഓൾറെഡി അധികാരികൾ ടെൻഷനിലായിരുന്നു. കാരണം ഇത്രയേറെ ജനങ്ങളെ കുത്തി നിറച്ചിരിക്കുന്നതിനാൽ കൂട്ടിയിടിയിൽ മറ്റ് കപ്പലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിൽഹെം ഗുസ്ലോഫ് മുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു ചെറിയ കപ്പലുമായി കൂട്ടിയിടിച്ചാൽ പോലും ഇത് പൂർണ്ണമായും തകരാം. അങ്ങനെ ഭയന്നിരിക്കുന്നതിനിടയിലാണ് കപ്പലിന്റെ ഒരു ക്യാപ്റ്റനായ പീറ്റേഴ്സിന് ഒരു റേഡിയോ സന്ദേശം കിട്ടിയത്. നിങ്ങൾ വരുന്ന വഴിക്ക് എതിരായി ഒരു കൂട്ടം മിലിറ്ററി കപ്പലുകൾ വരുന്നുണ്ടെന്ന മുന്നറിയിപ്പായിരുന്നു ആ സന്ദേശം. അത് കേട്ടതും ക്യാപ്റ്റൻ ആകെ പരിഭ്രാന്തനായി. കാരണം ഇപ്പോൾ സമുദ്രം മുഴുവൻ അന്ധകാരമാണ്. അതിനു പുറമെ സമുദ്രം വളരെ പ്രക്ഷുബ്ധവുമായിരുന്നു. ഈ സാഹചര്യത്തിൽ എതിരെ വരുന്ന ഏതെങ്കിലും മിലിറ്ററി കപ്പൽ തീർച്ചയായും നമ്മുടെ കപ്പലുമായി കൂട്ടിയിടിക്കുമെന്ന് പീറ്റേഴ്സൺ കരുതി. സാധാരണഗതിയിൽ ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കാൻ യുദ്ധത്തിനിടയിൽ കപ്പലുകളൊന്നും ലൈറ്റ്സ് ഉപയോഗിക്കാറില്ല. എന്നാൽ ഇവിടെ ലൈറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ കൂട്ടിയിടി ഏകദേശം സുനിശ്ചിതവുമാണെന്ന് പീറ്റേഴ്സൺ കരുതി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും ലൈറ്റുകൾ ഓൺ ചെയ്യരുതെന്ന് സാൻ എന്നൊരു മിലിറ്ററിക്കാരൻ പീറ്റേഴ്സനോട് പറഞ്ഞതാണ്. എന്നിട്ടും അത് കേൾക്കാതെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യാൻ പീറ്റേഴ്സൺ തീരുമാനിച്ചു. ഈ ഒരൊറ്റ തീരുമാനമാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടത്തിന് വഴിവെട്ടിയത്. കാരണം ഈ സമയം S-13 സബ്മറൈനിലുണ്ടായിരുന്നവര് കുറച്ചകലെ മിന്നിത്തിളങ്ങുന്ന ഒരു കപ്പൽ ശ്രദ്ധിച്ചു. അത് വിൽഹെം ഗുസ്ലോഫ് ആയിരുന്നു. കണ്ടപ്പോൾ തന്നെ അത് വളരെ വലിയൊരു കപ്പലാണെന്ന കാര്യം കമാൻഡർ അലക്സാണ്ടറിന് പെട്ടെന്ന് മനസ്സിലായി. പുറമേ നിന്ന് നോക്കുമ്പോൾ വിൽഹെം ഗുസ്ലോഫ് ഒരു റെസ്ക്യൂ കപ്പലാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എന്തെന്നാൽ റെസ്ക്യൂ കപ്പലാണെന്ന് കാണിക്കുന്ന പെയിന്റും അടയാളങ്ങളും എല്ലാം കപ്പലിൽ നിന്നും പണ്ടേ തന്നെ മാഞ്ഞു പോയിരുന്നു. അതുമാത്രമല്ല കപ്പലിൽ നിരവധി വലിയ ആയുധങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനുമുപരി തീവ്രമായ തണുപ്പ് കാരണം സിവിലിയൻസ് എല്ലാം കപ്പലിന്റെ ഉള്ളിലായിരുന്നു. പുറത്തുണ്ടായിരുന്നത് കുറച്ച് മിലിറ്ററിക്കാർ മാത്രമാണ്. അതിനാൽ ഇത് വെറും ഒരു മിലിറ്ററി കപ്പലാണെന്ന് അലക്സാണ്ടർ തെറ്റിദ്ധരിച്ചു. പക്ഷേ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ, കൈകാലുകൾ നഷ്ടമായവർ അങ്ങനെ ഉള്ളിലുള്ള 10,000-ൽ കൂടുതൽ അഭയാർത്ഥികളെ ആരെയും അലക്സാണ്ടറിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കപ്പലിനെ ആക്രമിക്കാൻ തന്നെ അലക്സാണ്ടർ തീരുമാനിച്ചു. ശേഷം സബ്മറൈൻ നിശബ്ദമായി കപ്പലിന്റെ സമീപത്തോട്ട് പോയി. അന്തർവാഹിനികൾ ആക്രമിക്കുന്നത് തികച്ചും സർപ്രൈസ് ആയിട്ടാണ്. ഒരു മുന്നറിയിപ്പും റേഡിയോ സന്ദേശവും കീഴടങ്ങാൻ ആവശ്യപ്പെടലും അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. മണിക്കൂറുകളോളം S-13 മഞ്ഞുമൂടിയ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആക്രമിക്കാൻ നല്ലൊരു അവസരത്തിനായി അവര് കാത്തിരിക്കുകയാണ്. ഈ സമയം കപ്പലിലെ ജീവിതം സാധാരണമായിട്ട് തന്നെ തുടർന്നു. ദിവസങ്ങളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ക്ഷീണം കൊണ്ട് കുട്ടികൾ ഉറങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ചിലര് ഡൈനിങ് ഏരിയകളിൽ ഒത്തുകൂടി. മറ്റുള്ളവർ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കണ്ടെത്തി വിശ്രമിച്ചു. യാത്രയിലെ ഏറ്റവും അപകടകരമായ ഘട്ടം നേരത്തെ തന്നെ കഴിഞ്ഞുവെന്ന് കരുതി എല്ലാവരും ഇപ്പോൾ സമാധാനത്തിലാണ്. പക്ഷേ കപ്പലിനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ഒരു സബ്മറൈൻ അവർക്ക് സമീപം തന്നെ ഉണ്ടെന്ന കാര്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ജനുവരി 30 രാത്രി ഏകദേശം 9 മണിയായിട്ടുണ്ടാകും. വിൽഹെം ഗുസ്ലോഫ് തണുത്തുറഞ്ഞ ബാൾട്ടിക് കടലിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ വെളിച്ചം ഇപ്പോഴും ഇരുട്ടിനെ ഭേദിക്കുന്നുണ്ട്. കപ്പലിനുള്ളിൽ വളരെ സമാധാനപരമായ അന്തരീക്ഷം. എന്നാൽ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ കപ്പലിന്റെ ഒരു വശത്ത് ശക്തമായ ഒരു സ്ഫോടനമുണ്ടായി. തൊട്ടു പിന്നാലെ വീണ്ടും ഒരു സ്ഫോടനം. അതിന്റെ ശബ്ദം താഴുന്നതിന് മുന്നേ വീണ്ടും ഒരു സ്ഫോടനം. S-13 4 ടോർപീഡോ ബോംബുകൾ വിക്ഷേപിച്ചു. അതിൽ 3 എണ്ണം കപ്പലിൽ പതിച്ചു. ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉറങ്ങുകയായിരുന്ന കപ്പലിന്റെ ബോ ഭാഗത്തിലാണ് ആദ്യത്തെ ടോർപീഡോ വന്ന് പതിച്ചത്. രണ്ടാമത്തത് 100 കണക്കിന് വനിതാ നാവിക സഹായികളെ പാർപ്പിച്ചിരുന്ന ഭാഗത്തിന് താഴെയായി പൊട്ടിത്തെറിച്ചു. അവരെല്ലാം ആ ക്ഷണം തന്നെ കൊല്ലപ്പെട്ടു. മൂന്നാമത്തത് കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് പതിച്ചത്. അതിനാൽ ഉടൻ തന്നെ കപ്പലിന്റെ പവർ നഷ്ടമായി. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും യന്ത്രങ്ങളുമൊക്കെ നശിച്ചു. ലൈറ്റുകൾ പലതും അണഞ്ഞുപോയി. കപ്പൽ ഭാഗികമായി ഇരുട്ടിലായി. സുരക്ഷിതമായി തോന്നിയിരുന്ന കപ്പൽ നിമിഷങ്ങൾക്കുള്ളിൽ നരകമായി മാറി. സ്ഫോടനങ്ങൾ കാരണം കപ്പലിന്റെ അടിത്തട്ടുകളിൽ വളരെ വലിയ ദ്വാരങ്ങൾ വീണു. ഈ ദ്വാരങ്ങളിലൂടെ അതിവേഗത്തിൽ വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. അനന്തരഫലമായി കപ്പൽ ഒരു വശത്തേക്ക് ചരിയാനും തുടങ്ങി. അപ്പോഴാണ് കപ്പൽ വേഗം മുങ്ങുകയാണെന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിഞ്ഞത്. അതോടെ എല്ലാവരും പരിഭ്രാന്തരായി. ഇരുട്ടിൽ കുടുംബങ്ങൾ വേർപിരിഞ്ഞു. എത്രയും വേഗം കപ്പലിന്റെ ഏറ്റവും മുകളിലെത്താൻ വേണ്ടി എല്ലാവരും പടിക്കെട്ടുകളിലേക്ക് ഓടിക്കയറി. പക്ഷേ 100 കണക്കിന് പേരാണ് പടിക്കെട്ടുകളിൽ തടിച്ചുകൂടിയത്. ആ തിരക്കിൽപ്പെട്ട് കുറെ പേര് ചവിട്ടി മെതിച്ച് കൊല്ലപ്പെട്ടു. താഴത്തെ നിലകളിൽ ഉണ്ടായിരുന്നവരുടെ കാര്യമായിരുന്നു ഏറ്റവും കഷ്ടം. താഴത്തെ ചില നിലകൾ മിനിറ്റുകൾക്കുള്ളിലാണ് വെള്ളം കൊണ്ട് നിറഞ്ഞത്. അതിനാൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പടിക്കെട്ടുകളിൽ എത്തുന്നതിന് മുന്നേ മുങ്ങി മരിച്ചു.
ഇതെല്ലാം മറികടന്ന് ഏറ്റവും മുകളിലെത്തിയവരെ കാത്തിരുന്നത് കൂടുതൽ പ്രതിസന്ധികളാണ്. അപ്പോഴത്തെ അന്തരീക്ഷ താപനില -10 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരുന്നു. ഇത് കാരണം ലൈഫ് ബോട്ട്സ് എല്ലാം കപ്പലിൽ ഉറഞ്ഞുപോയിരുന്നു. കുറെ പേര് മഞ്ഞ് ചെത്തിക്കളഞ്ഞ് ലൈഫ് ബോട്ട്സിനെയൊക്കെ സ്വതന്ത്രമാക്കാൻ തുടങ്ങി. പക്ഷേ അതിനിടയിൽ പല ലൈഫ് ബോട്ട്സും ഇളകി കപ്പലിന്റെ താഴത്തെ ഡെക്കുകളിൽ ചെന്നിടിച്ച് തകർന്നുപോയി. ചിലത് സ്വതന്ത്രമാക്കാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചിലത് തല കീഴായി താഴെ വെള്ളത്തിൽ ചെന്ന് വീണ് മുങ്ങിപ്പോയി. ചില ജർമ്മൻ ഓഫീസേഴ്സ് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ലൈഫ് ബോട്ട്സിൽ കയറിപ്പറ്റി. ചില ലൈഫ് ബോട്ട്സ് വെപ്രാളത്തിൽ താഴെ ഇറക്കിയപ്പോൾ നിയന്ത്രണമില്ലാതെ ചരിയുകയും മുങ്ങുകയും ചെയ്തു. ചില ലൈഫ് ബോട്ട്സ് ആണെങ്കിൽ സുരക്ഷിതമായി വെള്ളത്തിലിറക്കി കുറച്ചുപേര് രക്ഷപ്പെടുകയും ചെയ്തു. ഒടുവിൽ ലൈഫ് ബോട്ട്സ് എല്ലാം തീർന്നപ്പോഴും കപ്പലിൽ ആയിരക്കണക്കിന് പേര് ബാക്കിയുണ്ടായിരുന്നു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ ചാടിയാൽ മരണം ഏകദേശം ഉറപ്പാണ്. അതേസമയം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിൽക്കാനും സാധിക്കില്ല. അതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഉറക്കെ നിലവിളിച്ചു. ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നിയതിനാൽ മുങ്ങി മരിക്കാൻ പേടിച്ച ചിലരാണെങ്കിൽ ആത്മഹത്യയും ചെയ്തു. കപ്പലാണെങ്കിൽ അപ്പോഴും ചരിഞ്ഞു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ബോട്ട്സിൽ കയറി രക്ഷപ്പെട്ട ദൃക്സാക്ഷികൾ പിന്നീട് ഹൃദയഭേദകമായ രംഗങ്ങൾ വിവരിച്ചു. കൊച്ചുകുട്ടികളെ ലൈഫ് ബോട്ട്സിൽ കയറ്റാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കൾ, കുടുങ്ങിക്കിടക്കുന്ന ലൈഫ് ബോട്ട്സിനെ സ്വതന്ത്രമാക്കാൻ പാടുപെടുന്നവർ, പരിക്കേറ്റ കൂട്ടുകാരെയും കുടുംബാംഗങ്ങളെയും ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നവർ, മറ്റുള്ളവരെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തുന്ന അപരിചിതർ, മുങ്ങുന്ന നിലകളിൽ നിന്നും മുകളിലേക്ക് തൂങ്ങിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുന്നവർ, അങ്ങനെ പലതും അന്ന് കണ്ടു. ഇനിയും സഹായിക്കാൻ നിന്നാൽ സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പൂർണ്ണമായി അറിയാമായിരുന്നിട്ടും ചില ക്രൂ മെമ്പേഴ്സ് അവസാനം വരെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിൽഹെം ഗുസ്ലോഫ് പൂർണ്ണമായും മുങ്ങി. ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിൽ വിൽഹെം ഗുസ്ലോഫിന് സമീപം ലോവെ എന്ന മറ്റൊരു ചെറിയ കപ്പലും കൂടെ ഉണ്ടായിരുന്നു. ഇത് വിൽഹെം ഗുസ്ലോഫിന് എസ്കോർട്ട് വന്ന കപ്പലാണ്. വെള്ളത്തിൽ വീണ കുറെ പേരെ ഈ കപ്പൽ രക്ഷിച്ചു. S-13 സബ്മറൈൻ അപ്പോഴും ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ലോവെ കപ്പലിനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് ഒരു ബോംബും ലോവയിൽ വന്ന് പതിച്ചില്ല. എന്തായാലും വിൽഹെം ഗുസ്ലോഫ് മുങ്ങിയ ശേഷം കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞതും വേറെയും റെസ്ക്യൂ കപ്പലുകൾ രംഗത്തെത്തി. പക്ഷേ സാഹചര്യങ്ങൾ വളരെ ക്രൂരമായിരുന്നു. പൂർണ്ണമായ ഇരുട്ട് കാരണം ഒന്നും വ്യക്തമായി കാണാൻ പോലും പറ്റുന്നില്ല. അവിടുത്തെ പരിസരം മുഴുവൻ ഒഴുകുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. അത് കാരണം മനുഷ്യരേതാണെന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഐസ് കട്ടകൾ കാരണം റെസ്ക്യൂ കപ്പലുകൾക്ക് നേരെ ചൊവ്വേ സഞ്ചരിക്കാനും കഴിയുന്നില്ല. ഇതിനെല്ലാത്തിനും പുറമെ S-13 സബ്മറൈൻ ആക്രമിക്കുമോ എന്ന ഭയവും റെസ്ക്യൂ കപ്പലുകൾക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും രക്ഷാപ്രവർത്തകരെ കഴിയുന്ന എത്ര പേരെയും വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി. ഒടുവിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ചപ്പോഴേക്കും ഏകദേശം 1200 പേരെ രക്ഷപ്പെടുത്തി. അതായത് ബാക്കിയുള്ള 9000-ൽ കൂടുതൽ പേര് അന്ന് കൊല്ലപ്പെട്ടു. എന്നാൽ 10,000-ൽ കൂടുതൽ പേര് കൊല്ലപ്പെട്ട് കാണുമെന്നും ചില കണക്കുകൾ പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ കൃത്യമായ കണക്കുകൾ ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ മറ്റൊരു കപ്പലപകടവും ഇത്രയധികം ജീവൻ അപഹരിച്ചിട്ടില്ല. ഇത്രയും വലിയ ദുരന്തമായിരുന്നിട്ടും ഇത് അധികമാരും കേട്ടിട്ട് പോലും ഇല്ലാത്തതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്, 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. കോടിക്കണക്കിന് പേരാണ് ഈ യുദ്ധത്തിൽ ബാധിക്കപ്പെട്ടത്. അതിനാൽ ആഗോള ശ്രദ്ധ മുഴുവൻ യുദ്ധത്തിലായിരുന്നു. അതിനാൽ വിൽഹെം ഗുസ്ലോഫ് യുദ്ധത്തിന്റെ നിഴലിൽ പൂർണ്ണമായും മറഞ്ഞുപോയി. രണ്ടാമത്തെ കാരണം, ഇതിൽ കൊല്ലപ്പെട്ടത് മുഴുവൻ ജർമ്മൻസ് ആണ്. ഇത് സംഭവിക്കുന്നതിനും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നാസി ജർമ്മനി യൂറോപ്പ് മുഴുവൻ അതിക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്കൊന്നും ജർമ്മനിയോട് തീരെ സഹതാപമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അക്രമങ്ങളൊക്കെ ചെയ്തത് നാസി പടയാളികളാണ്, അല്ലാതെ ജർമ്മനിയിലെ നിരപരാധികളായ സിവിലിയൻ ജനങ്ങളല്ല. ഈ കപ്പലിൽ നാസി പടയാളികളും ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം പേരും വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സിവിലിയൻസ് ആയിരുന്നു. എന്നാൽ നാസികൾ കാണിച്ച കൊടും ക്രൂരതകൾ കാരണം ആരും തന്നെ ഇത് ഓർത്തില്ല. ഈ കാരണങ്ങളാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിലൊന്ന് പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പതുക്കെ മാഞ്ഞുപോയി. ബാൾട്ടിക് സമുദ്രത്തിന്റെ ഏകദേശം 150 അടി ആഴത്തിലാണ് ഇപ്പോൾ വിൽഹെം ഗുസ്ലോഫിന്റെ അവശേഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇതൊരു സംരക്ഷിത സമുദ്ര യുദ്ധ ശവക്കുഴിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽ പൊലിഞ്ഞ 10,000-ഓളം പേരുടെ ശവക്കല്ലറ. ടൈറ്റാനിക്കിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഷിപ്പ്റക്കിലേക്ക് ആഡംബര ടൂറുകളില്ല. ഇതിന്റെ ചരിത്രത്തിന് മാത്രമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ മ്യൂസിയമില്ല. ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയും ഇതിന്റെ പേരിലില്ല.
എന്നിരുന്നാലും ഇതിന്റെ പൈതൃകം ഓർമ്മിക്കപ്പെടേണ്ടതാണ്. കാരണം മനുഷ്യരെ യൂണിഫോമുകളിലേക്കും പതാകകളിലേക്കും സ്റ്റാറ്റിസ്റ്റിക്സുകളിലേക്കും ചുരുക്കുന്ന ഒരു രീതി യുദ്ധങ്ങൾക്കുണ്ട്. പക്ഷെ ഇതിലെ ഓരോരുത്തർക്ക് പിന്നിലും ഓരോ കഥയുണ്ട്. തന്റെ പ്രിയപ്പെട്ട പാവയെ കയ്യിലെടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, മരണം മുന്നിൽ കാണുമ്പോഴും ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് തന്റെ മകനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മ, ജനക്കൂട്ടത്തിനിടയിൽ തന്റെ കുഞ്ഞിനെ തിരയുന്ന അച്ഛൻ, ജീവിതം തുടങ്ങിയിട്ട് അധികമായിട്ടില്ലാത്ത ഒരു നവജാത ശിശു, മറ്റൊരു യുദ്ധത്തിൽ നിന്ന് അതിജീവിച്ച ഒരു വൃദ്ധ ദമ്പതികൾ, ഒരു ദിവസം കൂടെ അതിജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ പലരുടെയും കഥകൾ അന്ന് വിൽഹെം ഗുസ്ലോഫിലുണ്ടായിരുന്നു. അന്നത്തെ തണുത്തു മരവിച്ച രാത്രിയിൽ ഇങ്ങനെയുള്ള 10,000-ഓളം കഥകളാണ് ബാൾട്ടിക് സമുദ്രത്തിൽ എന്നേക്കുമായി മുങ്ങി അവസാനിച്ചത്.